ഹായ്, ഞാൻ നിങ്ങളുടെ രമേശ് ചേച്ചി. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കൊഞ്ച് കട്ട്ലറ്റാണ്. കൊഞ്ച് കട്ട്ലറ്റിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 280 ഗ്രാം കൊഞ്ച്, അത് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 2 ഇടത്തരം സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 3 ചെറിയ ഉരുളക്കിഴങ്ങ് അത് വേവിച്ച് മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ബ്രെഡ് അത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് എടുക്കാനാണ്. 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചെറുതായിട്ട്. അതുപോലെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരുന്നത്, 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നത്, ഗരം മസാല ആവശ്യത്തിന് എടുക്കണം, മുളക് പൊടി ആവശ്യത്തിന്, കുരുമുളക് ആവശ്യത്തിന് ഉപ്പ്. ഈ കൊഞ്ച് വേവിച്ചതിൻ്റെ സ്റ്റോക്കാണ് ഈ ഇരിക്കുന്നത്. 2 മുട്ട, ആവശ്യത്തിന് കറിവേപ്പില. ഇതൊക്കെയാണ് ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ. ഈ ചേരുവകളെല്ലാം ചേർത്ത് ഒരു ബൗളിലോട്ട് ആക്കണം. ബൗളിലാക്കി ഇതെല്ലാം കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കണം കട്ട്ലറ്റിന് വേണ്ടി. ആദ്യം കൊഞ്ച് ബൗളിലോട്ട് ഇടുകയാണ്. ചീനച്ചട്ടി സ്റ്റൗവിലോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ ഈ സവാളയും പച്ചമുളകും ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ചീനച്ചട്ടി ചൂടായി 2 സ്പൂൺ എണ്ണയിലോട്ട് ഒഴിക്കുന്നു. എണ്ണ നല്ലപോലെ ചൂടാകണം. ആദ്യം വെളുത്തുള്ളി, എണ്ണ ചൂടായി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വരട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാള അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇത് ഒരുവിധം കുറച്ച് മൂത്ത് വന്നാൽ മതി. സവാള കുറച്ച് നേരം കൂടി മൂത്ത് വരേണ്ടതുണ്ട്. നല്ലതാ ചുമന്ന് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഇവിടെയുള്ള കറിവേപ്പില, 2 കറിവേപ്പിലയാണ്. ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം ഗരം മസാലപ്പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഏകദേശമായി. സ്റ്റൗ അണയ്ക്കാം. ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ചേരുവകൾ ഏകദേശം മൂത്ത് കഴിഞ്ഞ് ഇനി ഇത് ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം. ഇത് ഒരുവിധം തണുത്ത് വരണം. ഇനി ഇതിലോട്ട് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. 280 ഗ്രാം കൊഞ്ച് വേവിച്ച് മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അത് കട്ട്ലറ്റിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു 12 കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ബാക്കി നമുക്ക് ഇത് മുക്കി പൊരിക്കാൻ നേരത്ത് ബ്രെഡിൻ്റെ പൊടി വേണം. പകുതി ഇത്രയേ എടുത്തുള്ളൂ. ഇനി നമ്മൾ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടെല്ലാം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരല്പം നമ്മൾ ഈ കൊഞ്ച് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിനെ കട്ട്ലറ്റ് ഉണ്ടാക്കാം. മുട്ട കട്ട്ലറ്റിന് വേണ്ടി ഇതിനെ പൊട്ടിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം. നല്ലതുപോലെ കലക്കണം. സ്റ്റൗ കത്തിച്ച് ഇനി ഒരു ചീനച്ചട്ടി വറുക്കാൻ വേണ്ടി
ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായി. ഇനി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചോണം. എണ്ണ എന്ന് വെച്ചാൽ ഇത് വെളിച്ചെണ്ണയാണ്. നല്ലതുപോലെ കുഴച്ച് വെച്ചിരിക്കുന്ന ഇതിനെ എടുത്ത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട്ലേറ്റിന് ഉണ്ടാക്കിയെടുക്കാം. മുട്ടയിൽ ഒന്ന് മുക്കി ഈ ബ്രെഡിൻ്റെ പൊടിയിലോട്ട് ഇട്ട് കൊടുത്ത് എണ്ണയിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇതേപോലെ ചെയ്ത് ഏകദേശം മൂത്ത് കഴിഞ്ഞ് ഈ അല്പം കൂടി കുറച്ച് വെച്ച് കൊടുക്കണം. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കോരിയെടുക്കാം. സ്റ്റൗ അണയ്ക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രമ ചേച്ചീസ് റെസിപ്പീസിലാണ്.